തത്തത്മാനം സജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സന്തുലിതാവസ്ഥയിലിരിക്കുന്ന ഒരു സമൂഹത്തിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ്. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി വേണ്ടതെല്ലാം പ്രകൃതി തനിയെ ചെയ്യുന്നു. ഞായറാഴ്ച അവധി ദിവസമായിരിക്കണം എന്ന് തീരുമാനിച്ചത് ബ്രിട്ടീഷുകാരല്ല, ചാണക്യനാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിർബന്ധമായും 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കരുതെന്നും 45 മിനിറ്റ് ഉച്ചയ്ക്ക് റെസ്റ്റ് കൊടുക്കണമെന്നും വർഷത്തിൽ 1 മാസം മെഡിക്കൽ ലീവ് കൊടുക്കണമെന്നും 10 ദിവസം കാഷ്വൽ ലീവ് കൊടുക്കണമെന്നും അതുപോലെ തന്നെ ഖനികളിലും പട്ടാളത്തിലും ജോലി ചെയ്യുന്നവർക്ക് ആഴ്ചയിൽ 2 ദിവസം ലീവ് കൊടുക്കണമെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ശർമ്മ AD 505 എഴുതിയ പഞ്ചതന്ത്രം എന്ന പുസ്തകം അമേരിക്കയിലെ CIA സിലബസിന്റെ ഭാഗമാണ്. ലോഹതന്ത്രമായാലും ആരോഗ്യശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും ജ്യോതിശാസ്ത്രമായാലും ഭാരതത്തിന്റെ ശാസ്ത്ര പൈതൃകം ഇന്നും പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രശസ്തമായ ലൈബ്രറിയാണ് ഓഡ്ലിയൻ ലൈബ്രറി. അവിടെ 20,000-ഓളം വരുന്ന ചെറിയ കറുത്ത പെട്ടികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1946 വരെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കൊണ്ടുപോയ താളിയോല ഗ്രന്ഥങ്ങളാണ് ആ കറുത്ത പെട്ടികളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. പ്രശസ്തരായ പല ഗവേഷകരും ശാസ്ത്രജ്ഞരും ഇന്നും ആ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ 442 ഋഗ്വേദ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ലോകം ഭാരതത്തിന്റെ മുന്നിൽ 2 കൈയും നീട്ടി അറിവുകൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ദിവസമുണ്ടാകുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞവരിൽ ഒരാള് മാക്സ് മുള്ളറായിരുന്നു. 11 വർഷം സംസ്കൃതം പഠിച്ച് വേദങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്ത് 47 പുസ്തകങ്ങൾ അടങ്ങിയ ദ ബുക്സ് ഓഫ് ഓറിയന്റൽസ് എഴുതിയ മഹാപണ്ഡിതനായിരുന്നു മാക്സ് മുള്ളർ. നമ്മൾ യൂറോപ്യന്മാർ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരു സമൂഹം പ്രകാശത്തിൽ ജീവിച്ചിരുന്നു. അവരുടെ സംഭാവനകൾ നാം മറക്കരുത് എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഭഗവത്ഗീത ഇല്ലായിരുന്നെങ്കിൽ E=mc² എന്ന ഇക്വേഷൻ തനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നും ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നതുവരെ അദ്ദേഹം ഭഗവത്ഗീത തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. വേദം പഠിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കാരണം വേദം എഴുതിയ വേദവ്യാസൻ മുക്കുവനാണ്. ശ്രീകൃഷ്ണനും ശ്രീരാമനും ബ്രാഹ്മണനായിരുന്നില്ല. വൈതരയൻ ചണ്ടാളനായിരുന്നു. വാൽമീകി കാട്ടാളനായിരുന്നു. ഇവർക്കെല്ലാം വേദം പഠിക്കാമെങ്കിൽ, ഇവർക്കെല്ലാം വേദരചന നടത്താമെങ്കിൽ ബ്രാഹ്മണർ മാത്രമേ വേദം പഠിക്കാവൂ എന്ന നിലപാടിൽ അർത്ഥമില്ല. ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രന്മാരാണെന്നും കർമ്മം കൊണ്ടാണ് ഒരാൾ ബ്രാഹ്മണനായി തീരുന്നതെന്നും ഭഗവത്ഗീത പറയുന്നു. ബ്രഹ്മം എന്നാൽ വിദ്യ എന്നാണ്. വിദ്യ നേടുകയും വിദ്യ കൊടുക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ബ്രാഹ്മണന്റെ ദൗത്യം. ലോകത്തിൽ 68 ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളുണ്ട്. 60ഓളം മുസ്ലിം രാഷ്ട്രങ്ങളുമുണ്ട്. 82% ഹിന്ദുക്കളുള്ള ഭാരതം ഹിന്ദു രാഷ്ട്രമാക്കണം എന്നാരും പറഞ്ഞിട്ടില്ല. കാരണം 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തിന്റെ പൈതൃകം ഇവിടുത്തെ ഹിന്ദുക്കളുടേതാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികളുടേതാണ്, ഇവിടുത്തെ മുസ്ലിമുകളുടേതാണ്. ഭാരതത്തിൽ ജനിച്ച എല്ലാവരും സനാതന ധർമ്മത്തിന്റെ തുല്യ അവകാശികളാണ്. അമ്മയും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണ്. ആ ഭാരതത്തെ കുറ്റം പറയാൻ നിങ്ങൾ കൂട്ടത്തിൽ നിൽക്കരുത്. ഭാരതത്തിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് ഭാരതമാതാവിന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. രോഗിയായ നിങ്ങളുടെ അമ്മയെ ആരെങ്കിലും കളിയാക്കിയാൽ നിങ്ങൾക്ക് തോന്നുന്ന വേദന നിങ്ങളുടെ മാതൃഭൂമിയെ കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം. രോഗിയായ അമ്മയെ കളിയാക്കുന്നത് കണ്ട് ചിരിക്കുന്ന മക്കൾക്ക് മക്കളുടെ സ്ഥാനമുണ്ടാവില്ല. 1000 വർഷത്തെ വിദേശാക്രമണത്തിന് വിധേയമായിട്ടും നമ്മുടെ രാഷ്ട്രം മരിച്ചില്ല. നമ്മുടെ സംസ്കാരം ഇന്നും ജീവിക്കുന്നു. ഒരു ചെറിയ കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പണ്ടൊരു രക്ഷിതാവിന്റെ കയ്യിൽ ഒരു വേൾഡ് മാപ്പ് ഉണ്ടായിരുന്നു. വേൾഡ് മാപ്പ് എന്താണെന്നറിയാത്ത അദ്ദേഹത്തിന്റെ 6 വയസ്സുള്ള മകൻ കളിക്കുന്നതിനിടയിൽ ആ മാപ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളായി കീറിക്കളഞ്ഞു. പിതാവ് എത്ര ശ്രമിച്ചിട്ടും ആ മാപ്പ് നേരെയാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, വൻകരകളും സമുദ്രങ്ങളും ശരിയായ സ്ഥാനത്ത് വരാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അവസാനം ആ പിതാവ് വേൾഡ് മാപ്പിന്റെ കഷ്ണങ്ങളെല്ലാം ചുരുട്ടിക്കൂട്ടി ആ ടേബിളിൽ വെച്ചിട്ട് മകനോട് പറഞ്ഞു, എടാ കുടുത്തം കെട്ടവനെ, നീയല്ലേ ഇത് നശിപ്പിച്ചത്, ഇനി നീ തന്നെ ഇത് നന്നാക്കൂ. അച്ഛൻ 3 മണിക്കൂർ ശ്രമിച്ചിട്ട് നന്നാക്കാൻ പറ്റാത്ത പടം മകൻ 3 മിനിറ്റ് കൊണ്ട് നന്നാക്കി. അച്ഛൻ വന്ന് നോക്കുമ്പോൾ വേൾഡ് മാപ്പ് റെഡി. അദ്ദേഹം മകനോട് ചോദിച്ചു, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്നെ ഭൂമിശാസ്ത്രം പഠിപ്പിക്കുന്നില്ലല്ലോ, പിന്നെ ഈ ഭൂഗോളപടം നീ എങ്ങനെ നന്നാക്കി? വൻകരകളുടെയും സമുദ്രങ്ങളുടെയും യഥാർത്ഥ സ്ഥാനം നിനക്കെങ്ങനെ മനസ്സിലായി? അപ്പോൾ മകൻ മറുപടി പറഞ്ഞു, ഏത് വേൾഡ് മാപ്പിന്റെ കാര്യമാ അച്ഛൻ പറയുന്നത്? അവൻ ഭൂഗോളപടമേ കണ്ടിട്ടില്ല. ആ വേൾഡ് മാപ്പിന്റെ പിന്നിൽ ഒരു സിനിമാ നടന്റെ പടമുണ്ടായിരുന്നു. ആ ചെറിയ കുട്ടി കണ്ണ് കണ്ടു, കൈ കണ്ടു, കാല് കണ്ടു. കണ്ണവിടെ നിൽക്കണം, കൈയവിടെ നിൽക്കണം, കാലവിടെ നിൽക്കണം എന്നവനറിയാം. ഒരു ഭാഗത്ത് വ്യക്തി ശരിയായപ്പോൾ മറുഭാഗത്ത് ലോകം ശരിയായി എന്നാണ്. ആ ഒരു വ്യക്തി നിങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിനയപൂർവ്വം നിങ്ങളുടെ സ്നേഹിതൻ മെൽബിൻ സുരേഷ്.